ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. നമ്മുടെ അനുമോൾ ഇപ്പോൾ കുറച്ചു മുമ്പ് നെവിന്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് തമാശയ്ക്ക് പറഞ്ഞതാണ്, ഈ ഷോ കഴിഞ്ഞ് ഞാൻ ഇനി കേരളത്തിലേക്കില്ല, ഈ സെറ്റിന് പുറത്തൊരു പായിട്ട് ഞാൻ എവിടെ കിടക്കും എന്നാണ് അനുമോൾ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇതിപ്പോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ തവണയാണ് ഹൗസിനകത്ത് അനുമോൾ ഈ ഒരു കാര്യം പറയുന്നത്. ഈ ഷോ കഴിഞ്ഞ് ഞാൻ ചെന്നൈയിൽ തന്നെ കഴിയും, നാട്ടിലേക്ക് ഇല്ല എന്ന് അനുമോൾ പറഞ്ഞതായിട്ട് ഓർക്കുന്നു. കളിക്കുന്ന ഗെയിമിൽ എന്തോ ഒരു വിശ്വാസം ഇല്ലാത്ത പോലെയാണ് കേട്ടോ. ഇതിന് തൊട്ട് മുമ്പിട്ട വീഡിയോയില് ഷാനവാസിന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, സെയിം സംഭവമാണ്. ഇവരൊക്കെ വലിയ ആക്ടേഴ്സും സെലിബ്രിറ്റികളും ഒക്കെ ആയതുകൊണ്ടാവാം ഇത്രയധികം ഇമേജ് കോൺഷ്യസ് ആവുന്നത്. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഒട്ടും തന്നെ ഇതിനെപ്പറ്റി ഒന്നും ബോധേഡല്ലാതെ സ്വന്തം ഗെയിം മാത്രം ഫോക്കസ് ചെയ്ത് കളിക്കുന്ന ഒറ്റ ഒരാളെ ആ വീട്ടിലുള്ളൂ, അത് അനീഷാണ്. ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരു സാധാരണക്കാരനായതുകൊണ്ടാവാം ചിലപ്പോൾ ഇവിടുന്ന് കിട്ടുന്നത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഞാൻ കളിക്കാനുള്ളത് കളിക്കും, അതാണ് മൈൻഡ് സെറ്റ്. ജീവിതം കണ്ടിട്ടുള്ള, ജീവിതത്തിലെ അനുഭവങ്ങൾ ഉള്ള, വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു സാധാരണക്കാരന് മാത്രമേ ഈ രീതിയിൽ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവത്തുള്ളൂ. പ്രേക്ഷക പ്രീതി അല്ലെങ്കിൽ ഈ ഒരു ഫെയിം എന്നൊരു സംഭവം ജസ്റ്റ് ഒന്ന് രുചിച്ചറിഞ്ഞവർക്ക് ആർക്കും അങ്ങനെ ഒരു സംഭവം ഡെവലപ്പായി വരില്ല. അവരെപ്പോഴും അതിനെപ്പറ്റി തന്നെ കോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കും. അവർക്ക് എപ്പോഴും ആ ഒരു ബോധം വന്നുകൊണ്ടിരിക്കും, അയ്യോ ഇത് പുറത്ത് കാണുന്നുണ്ടല്ലോ, പ്രേക്ഷകർ കാണുന്നുണ്ടല്ലോ, അവരെന്തോർക്കും, നമ്മൾ ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ആ ഒരു സംഭവത്തിന് എന്ത് സംഭവിച്ചു കാണാൻ, ഇതിന് കോട്ടം തട്ടിയോ. ഇപ്പോ അനുമോളും ഷാനവാസും ഒക്കെ കറക്റ്റ് ട്രാക്കിലാണ് പോകുന്നതെങ്കിലും അവർക്ക് ആ ഒരു ഡൗട്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ആ ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് പോലും ഇല്ലാതെ കളിക്കുന്നത് സാധാരണക്കാരനായിട്ടുള്ള അനീഷ് മാത്രമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. ഈ രീതിയിൽ ഒരു കോൺവെർസേഷൻ പോലും അനീഷ് ആ ഹൗസിനകത്ത് നടത്തിയിട്ടില്ല. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.